തിരുവനന്തപുരം നഗരസഭയിലെ കയ്യാങ്കളിയിൽ മേയറും ഡെപ്യൂട്ടി മേയറും അടക്കം പ്രതികൾ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇന്നലെ ഉണ്ടായ സംഘർഷത്തിൽ പോലീസ് ഇരുഭാഗത്തിനെതിരെയും കേസെടുത്തു. LDF കൌൺസിലർ സിന്ധു ശശിയുടെ പരാതിയിൽ മേയർ VV രാജേഷ്, ഡെപ്യൂട്ടി മേയർ ആശാനന്ദ് എന്നിവർക്കെതിരെ മ്യൂസിയം പോലീസ് കേസെടുത്തിട്ടുണ്ട്. BJP കൌൺസിലർ ശ്രുതിയുടെ പരാതിയിൽ CPM അംഗങ്ങളായ SP ദീപക്, മുൻ മേയർ ശ്രീകുമാർ, വഞ്ചിയൂർ ബാബു അടക്കം 5 പേർക്കെതിരെയും കേസെടുത്തു. സത്യപ്രതിജ്ഞാ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ മേയറും ഡെപ്യൂട്ടി മേയറും രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു LDF പ്രതിഷേധിച്ചത്. കാപ്പ കേസിൽ ജയിലിലുള്ള BJP കൌൺസിലർ സുഗതൻ രാജിവെക്കണമെന്നും ഇടതുപക്ഷം ആവശ്യപ്പെടുന്നു. മേയർ VV രാജേഷും മറ്റ് BJP കൌൺസിലർമാരും ഓഫീസിലേക്ക് എത്തിയത് മുതൽ ഉന്തും തള്ളുമായി. ഓഫീസിൽ പ്രവേശിക്കാൻ അനുവദിക്കാതെ CPM കൌൺസിലർമാർ മേയറെ തടഞ്ഞതോടെയാണ് സംഘർഷത്തിലേക്ക് വഴിവെച്ചത്. സംഘർഷത്തിനിടെ മേയർ ഉൾപ്പെടെ നിലത്ത് വീണു. പോലീസ് ഏറെ പണിപ്പെട്ടാണ് മേയറെ ഓഫീസിനുള്ളിലേക്ക് മാറ്റിയത്. സംഘർഷത്തിനിടെ CPMന്റെ കാട്ടായിക്കോണം കൌൺസിലർ സിന്ധു ശശിയുടെ തല പൊട്ടി. മേയർ VV രാജേഷിന്റെ കാലിന് പ്ലാസ്റ്റർ ഇട്ടു. തലയ്ക്ക് പരിക്കേറ്റ സിന്ധു ശശിയുടെ തലയിൽ 4 തുന്നലുകളുണ്ട്. സംഘർഷമറിഞ്ഞ് നഗരസഭയുടെ പുറത്ത് റിലേ സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാനെത്തിയ CPM പ്രവർത്തകർ കോർപ്പറേഷൻ ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു.